ഇതെൻ്റെ ഫ്രണ്ടാണ് ഡോക്ടർ നന്ദന ദേവി. ആള് ഇപ്പോൾ ഇവിടെ ഹൗസ് സർജൻ ആണ്. രചന ശരീരം എന്നാണ് ഫസ്റ്റ് ഇയറിലെ അനാട്ടമീനെ പറയുന്നത്. സെയിം ഞങ്ങൾക്ക് കെഡാവർ ഡിസെക്ഷനും അതിൻ്റെ അനാട്ടമിയും എല്ലാം പഠിക്കാനുണ്ട്. ഇതാണ് ഞങ്ങളുടെ അനാട്ടമി ലാബ്. ഇതിനോട് അറ്റാച്ച്ഡ് തന്നെ ഞങ്ങൾക്ക് ഡിസെക്ഷൻ ഹാളുണ്ട്. തീർച്ചയായിട്ടും സ്റ്റെതസ്കോപ്പ് ഇല്ലാതെ ഒരു ഡയഗ്നോസിസും പോസിബിൾ അല്ലല്ലോ. ഇനീഷ്യൽ സ്റ്റെപ്പിൽ സ്റ്റെതസ്കോപ്പ് വേണം. അപ്പോൾ സ്റ്റെതസ്കോപ്പും വൈറ്റ് കോട്ടൊക്കെ നമുക്കും യൂസ് ചെയ്യാനുണ്ട്. അക്ഷരങ്ങൾ തൊട്ട് തന്നെ സംസ്കൃതം പഠിപ്പിച്ച് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ തന്നെ വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് സംസ്കൃതം ഓൾറെഡി പഠിച്ച് വന്നവരുണ്ടായുള്ളൂ. ബാക്കി എല്ലാവർക്കും ഇതൊരു പുതിയ സബ്ജക്റ്റ് തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ സർജറിയും ഞങ്ങൾക്കുണ്ട്. ശല്യതന്ത്രം എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ് സർജറിയും അതിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം വരുന്നത്. BAMS എന്ന് പറയുന്നത് തന്നെ ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി. അപ്പോൾ സർജറിയുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് വരുന്നത് ഗൈസ്. അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ ആയുഷിൻ്റെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആയുർവേദത്തിന് സ്കോപ്പ് ഉണ്ടോ, നമ്മൾ MBBS പഠിക്കുന്നത് പോലെ തന്നെ ആയുർവേദം പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇതെൻ്റെ ഫ്രണ്ടാണ് ഡോക്ടർ നന്ദന ദേവി. ആള് ഇപ്പോൾ ഇവിടെ ഹൗസ് സർജൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആളോട് തന്നെ ചോദിച്ച് നോക്കാം, രണ്ട് ഈക്വലൻ്റ് ആണോ നമുക്ക് നോക്കാം. MBBS നമ്മൾക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ശരിക്കും പറഞ്ഞാൽ പ്രീ ക്ലിനിക്കൽ സബ്ജക്ട്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ഇയറിൽ അനാട്ടമിയാണ്. അനാട്ടമിയിൽ നമ്മൾ കെഡാവറൊക്കെ ഡിസെക്ട് ചെയ്യും. ആയുർവേദത്തിലെ കെഡാവറൊക്കെ ഉണ്ട്. യെസ്, ഞങ്ങൾക്ക് അനാട്ടമി ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റാണ്. രചന ശരീരം എന്നാണ് ഫസ്റ്റ് ഇയറിലെ അനാട്ടമീനെ പറയുന്നത്. സെയിം ഞങ്ങൾക്ക് കെഡാവർ ഡിസെക്ഷനും അതിൻ്റെ അനാട്ടമിയും എല്ലാം പഠിക്കാനുണ്ട്. ഇതാണ് ഞങ്ങളുടെ അനാട്ടമി ലാബ്. ഇതിനോട് അറ്റാച്ച്ഡ് തന്നെ ഞങ്ങൾക്ക് ഡിസെക്ഷൻ ഹാളുണ്ട്. അപ്പോൾ ഇവിടെ കെഡാവറിൻ്റെ അവൈലബിലിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? അതെ, ഞങ്ങൾക്ക് കെഡാവർ അവൈലബിൾ ആക്കാറുണ്ട്. ഇവിടെ അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട അത്രയും ബോഡീസ് ഇവിടെ ഡിസെക്ഷന് വേണ്ടി കിട്ടാറുണ്ട്. ഇത് ഞങ്ങളുടെ ഹിസ്റ്റോളജി ലാബാണ്. ഇവിടെയാണ് ഇതിൻ്റെ എല്ലാ സ്റ്റഡികളും ഞങ്ങളിരിക്കുന്നതെല്ലാം ഇവിടെ തന്നെയാണ്. അപ്പം ആയുർവേദ രീതിയിലുള്ള രചനാ ശരീര കാര്യങ്ങളും ചാർട്ട്സും എല്ലാം ആണ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം മോഡേൺ ആസ്പെക്ട്സ് പറയുന്നു. ഈ സൈഡിലുള്ളതെല്ലാം ആയുർവേദം രചനാ ശരീരമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അനാട്ടമിയുടെ കൂടെ ഫിസിയോളജി ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞ രണ്ട് സബ്ജക്റ്റും കൂടെ ഉണ്ട് ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ ഫിസിയോളജിക്ക് നമുക്ക് ലാബ് ഓറിയൻറ്റഡ് ആണ്. നിങ്ങൾക്കും? യെസ്, സെയിം ലാബ് ഓറിയൻറ്റഡ് തന്നെ ടീച്ചിങ് ആണ്. ഈ പറഞ്ഞ പോലെ ക്രിയാശരീരം എന്നാണ് ആയുർവേദത്തിൽ തന്നെ അറിയപ്പെടുന്നത്. ബ്ലീഡിങ് ടൈം, ക്ലോട്ടിങ് ടൈം, സ്മിയർ പ്രിപ്പറേഷൻസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മോഡേൺ രീതിയിലുള്ള ആസ്പെക്ട്സ് പഠിക്കാനുണ്ട് ഫസ്റ്റ് ഇയർ. നിങ്ങൾക്ക് എന്താണ്, അതായത് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മെഡിസിൻ അല്ലെങ്കിൽ മോഡേൺ മെഡിസിനിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു വ്യത്യാസം ഫസ്റ്റ് ഇയറിൽ? എന്തൊക്കെ? ഈ പറഞ്ഞ പോലെ അനാട്ടമി ഫിസിയോളജി എല്ലാം പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് വരുന്നൊരു മെയിൻ സബ്ജക്റ്റാണ് സാൻസ്ക്രിറ്റ്. പഠിക്കാതെ വരുന്ന കൊച്ചുങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും ഇവിടെ? ബേസ് മുതലൊക്കെ പഠിപ്പിക്കുമോ? അങ്ങനെ പഠിക്കാതെ വന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം ഫ്രം ദ സ്റ്റാർട്ടിങ് അക്ഷരങ്ങൾ തൊട്ട് തന്നെ സംസ്കൃതം പഠിപ്പിച്ച് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ തന്നെ വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് സംസ്കൃതം ഓൾറെഡി പഠിച്ച് വന്നവരുണ്ടായുള്ളൂ. ബാക്കി എല്ലാവർക്കും ഇതൊരു പുതിയ സബ്ജക്റ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇനീഷ്യലി ഫേസ് ചെയ്യുമെങ്കിലും പിന്നീട് അങ്ങോട്ട് വളരെ എളുപ്പമായി നന്നായിട്ട് എക്സാം എഴുതിയ കുട്ടികൾ തന്നെയാണ് എൻ്റെ ബാച്ചിലുള്ളത്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും? ഒരിക്കലുമില്ല. സെക്കൻഡ് ഇയറിൽ നമ്മൾ പ്രീ ക്ലിനിക്കൽ സബ്ജക്ട്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. മൈക്രോബയോളജി, പാത്തോളജി, ഫാർമക്കോളജി. മൈക്രോബയോളജിയിലും പാത്തോളജിയിലും നമ്മൾ ഡിസീസിനെ പറ്റിയിട്ടും അതിൻ്റെ ഏജൻസിനെ പറ്റിയിട്ടും ആ റൂട്ടൊക്കെയാണ് കാര്യമായിട്ട് പഠിക്കുന്നത്. ഫാർമക്കോളജിയിൽ നമ്മൾ ഡ്രഗ്സ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ ഇക്വലൻ്റ് ആയിട്ട്? സെയിം തന്നെ. ഈ കാര്യങ്ങൾ മോഡേൺ ആസ്പെക്റ്റ് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ആയുർവേദം പഠിക്കും. ഇപ്പോൾ രോഗനിദാനം ഏവം വികൃതി വിജ്ഞാനം എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ പാത്തോളജിയുടെ കാര്യങ്ങൾ ഞങ്ങളിൽ ഡീൽ ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഫാർമക്കോളജിക്കൽ ആസ്പെക്റ്റുകൾ ഞങ്ങളിൽ പറയുന്നത് ദ്രവ്യഗുണം എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതെല്ലാം ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ സംയോഗിക്കുമ്പോൾ ഒരു
ഞങ്ങളുടെ ശാസ്ത്രം പറയുന്നുണ്ട്, രോഗമാദൗ പരീക്ഷേത തദനന്തരം ഔഷധം. ആദ്യം ഡിസീസ് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ആ ഡിസീസ് കറക്റ്റായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് എന്ന ആസ്പെക്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ സംഹിതകൾ, ഞങ്ങൾ ആയുർവേദ സംഹിതകളിലും പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ മോഡേൺ ആസ്പെക്റ്റുകളും ഞങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുണ്ട്. നിങ്ങളിവിടെ മെഡിസിനൽ പ്ലാന്റ്സിനെയൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടോ? യെസ് ഉണ്ട്. ഞങ്ങൾക്ക് ഈ ദ്രവ്യഗുണം എന്ന് പറഞ്ഞ ഈ സബ്ജക്റ്റിൽ ഓരോ പ്ലാന്റിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ബൊട്ടാനിക്കലിനെയും ഫാമിലിനെയും അതിൻ്റെ രസപഞ്ചകം എന്ന് പറയും, രസ ഗുണ വീര്യ വിപാക, ഞങ്ങളുടെ ആയുർവേദത്തിൽ ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമാണ് ഒരു ദ്രവ്യം എങ്ങനെ ഒരാളിൽ ആക്ട് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെ വേണം എന്നുള്ളതെല്ലാം ഇതിലാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്കൊരു വരുന്ന സബ്ജക്റ്റാണ് രസശാസ്ത്രം ഏവം വൈഷജ്യ കൽപ്പന. അതിൽ ഞങ്ങൾ എങ്ങനെ മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതും ഈ സെക്കൻഡ് ഇയറിൽ തന്നെയാണ് പഠിക്കുക. അപ്പോൾ ഈ ദ്രവ്യങ്ങളെ പറ്റിയും പഠിക്കുന്നു. അപ്പോൾ ഈ ദ്രവ്യങ്ങളുടെ എങ്ങനത്തെയൊക്കെ ഫോർമുലേഷൻസ് ആണ് പേഷ്യൻസിൽ കൊടുക്കാൻ പറ്റുന്നത്, അതെങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതും ഈ സബ്ജക്റ്റിൽ തന്നെ പഠിക്കും. ഇതെല്ലാം സെക്കൻഡ് ഇയറിൽ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. തേർഡ് ഇയറിലാണ് MBBSന്റെ ക്ലിനിക്കൽ സബ്ജക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് പോസ്റ്റിംഗ് ഒക്കെ അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുതിയ കരിക്കുലം നോക്കുകയാണെങ്കിൽ 2 സബ്ജക്ട്സേ ഉള്ളൂ, ഫോറൻസിക് മെഡിസിനും കമ്മ്യൂണിറ്റി മെഡിസിനും. നിങ്ങൾക്ക് എങ്ങനെയാണ്? സെയിം തന്നെ. കമ്മ്യൂണിറ്റി മെഡിസിന് ഞങ്ങൾ സ്വസ്ഥവൃത്തം ഏവം യോഗ എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരും. പിന്നെ ഫോറൻസിക് സയൻസ് ആണെന്നുണ്ടെങ്കിൽ അഗതതന്ത്രം എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ് അത് വരിക. ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ആസ്പെക്ട്സും ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം സ്വസ്ഥവൃത്ത എന്ന് പറഞ്ഞാൽ ഈ വന്ന കറണ്ട് സിറ്റുവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പറയുന്ന പോലെ സെയിം തന്നെ ഞങ്ങൾക്കും അങ്ങനെയുണ്ട്. സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം. എപ്പോഴും ഒരു സ്വസ്ഥനായിട്ട് എപ്പോഴും മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ യോഗനെ പ്രൊമോട്ട് ചെയ്യുന്നതെല്ലാം ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ്. അപ്പോൾ യോഗയെ പറ്റി പഠിക്കും. പിന്നെ ഒപ്പം ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ, പിന്നെ ഫുഡ് ഹാബിറ്റ്, എല്ലാ കാര്യങ്ങളും ഇതിലായിരിക്കും ഡീൽ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളും ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഫോറൻസിക് മെഡിസിനിൽ നമ്മൾ മെയിനായിട്ടും പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അതിവിടെ സെയിം അഗതതന്ത്രം. ഞങ്ങൾക്കിപ്പോൾ കോഡ് പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഫോറൻസിക്കിലുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്, പോസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതലും സർപ്പവിഷം, വിഷചികിത്സകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ അഗതം എന്നുള്ള കൺസെപ്റ്റിലാണ് പറയുന്നത്. ക്ലിനിക്കൽ സബ്ജക്ട്സ് ഫുള്ള് വരുന്നത് ഫൈനൽ ഇയറിലാണ്. ഫൈനൽ ഇയറിൽ നമുക്ക് വരുന്ന സബ്ജക്ട്സ് ഏതാണെന്ന് പറഞ്ഞാൽ ഒഫ്താലുണ്ട്, ENT ഉണ്ട്, പീഡിയാട്രിക്സ് ഉണ്ട്, മെഡിസിൻ ഉണ്ട്, സർജറി ഉണ്ട്, OBG ഉണ്ട്. ഇതിനകത്തിൽ തന്നെ വേറെ റേഡിയോളജി, ഡെർമറ്റ്, സൈക്യാട്രി ഒക്കെ അതിൻ്റെ താഴെ ഉണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? സെയിം ഈ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ തന്നെയാണ് ഞങ്ങളിലും വരുന്നത്. പേര് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഗൈനക്കോളജി കാര്യങ്ങൾ പറയുന്നത് പ്രസൂതി തന്ത്ര ഏവ സ്ത്രീരോഗ എന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഇതെല്ലാം വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സർജറിയും ഞങ്ങൾക്കുണ്ട്. ശല്യതന്ത്രം എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ് സർജറിയും അതിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ ENTയുടെയും ഒഫ്താൽമോളജിയുടെയും കാര്യങ്ങളൊക്കെ വരുന്നത് ഞങ്ങളുടെ ശാലാക്യ തന്ത്രം എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതെല്ലാം ഡീൽ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ ജനറൽ മെഡിസിൻ കായ ചികിത്സ എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ ജനറൽ മെഡിസിൻ പ്ലസ് സൈക്യാട്രിക് എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള മാനസിക രോഗ എല്ലാ കാര്യങ്ങളും കായ ചികിത്സ എന്ന ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ ഇതെല്ലാം വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സർജറിയൊക്കെ? യെസ്, സർജറി ഉണ്ട്. സർജറി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. BAMS എന്ന് പറയുന്നത് തന്നെ ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി എന്നാണ്. അപ്പോൾ സർജറി ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് വരുന്നത് ശല്യതന്ത്രം എന്ന ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ് സർജറിയുടെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പോസ്റ്റിംഗ് തന്നെ അവിടെ നിന്നാണ് ഞാൻ ഇപ്പോൾ വന്നത്. ശല്യതന്ത്ര പോസ്റ്റിംഗ് ആയിരുന്നു എനിക്കിപ്പോൾ ഉണ്ടായിരുന്നത്. അവിടെ നമുക്ക് ഒരു ക്ഷാരസൂത്ര എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റും ഇപ്പോൾ ഏനോറെക്ടൽ ഡിസീസസും അതിൻ്റെ കാര്യങ്ങളിലൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠിക്കാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയുർവേദത്തിൽ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർജറി എന്ന് പറയുന്നത് ഒരിക്കലും ആയുർവേദക്കാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല, അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒപ്പം ചെയ്യാനായിട്ടുള്ള പെർമിഷനും ഞങ്ങൾക്കുണ്ട്. എങ്ങനെയുണ്ട് ഇൻറ്റേൺഷിപ്പ് ഇവിടെ? ഇൻറ്റേൺഷിപ്പ് ഒരു വർഷത്തെ ഇൻറ്റേൺഷിപ്പാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഈ പറഞ്ഞ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും 1 മന്ത് പോസ്റ്റിംഗ് ഉണ്ടാവും. ഒപ്പം ഞങ്ങൾക്ക് റൂറൽ പോസ്റ്റിംഗ്, താലൂക്ക് പോസ്റ്റിംഗ്, അങ്ങനെ ഒരു 1 ഇയർ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. നമുക്ക് പൊതുവേ ഒരു ടെൻഷൻ ഉണ്ടാവും, ആയുർവേദത്തിൽ പേഷ്യൻസ് ഉണ്ടാവുമോ, OPDകൾ ഉണ്ടാവുമോ, ഔട്ട് പേഷ്യൻ്റ്, IP പേഷ്യൻ്റ് ഒക്കെ ഉണ്ടാവുമെന്ന് ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഇവിടെയും 300+ പേഷ്യൻസ് ഉള്ള ഹോസ്പിറ്റൽ തന്നെയാണ്. ആയുർവേദം വിശ്വസിച്ച് അതിൽ എന്തായാലും ഒരു റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞ് വരുന്ന ഒത്തിരി പേഷ്യൻസ് നമുക്കുണ്ട്. ആയുർവേദം ഹീൽ ചെയ്യും, ആയുർവേദത്തിന് അതിനുള്ള പൊട്ടൻസി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതായിട്ടുള്ള ഒത്തിരി പേഷ്യൻസ് നമുക്കുണ്ട്. പിന്നെ മൊത്തത്തിൽ എങ്ങനെയുണ്ട് ആയുർവേദം എക്സ്പീരിയൻസ്? ഇപ്പോൾ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് വന്നൊരാളാണ്. ആയുർവേദം പഠിക്കണം, ആയുർവേദത്തിൽ തന്നെ എൻ്റെ ലൈഫ് ആയുർവേദം എന്ന് പറഞ്ഞ് തന്നെ ഞാൻ വന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടത്തിലുപരി
ഇതിൽ റിസൾട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കിട്ടും. അതാണ് നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. നമ്മളൊരു പേഷ്യൻറ്റിന് ഒരു മെഡിസിൻ കൊടുത്ത മോർ ദൻ ഗിവിങ് ജസ്റ്റ് എ മെഡിസിൻ, നമ്മൾ ആ പേഷ്യൻറ്റിനെ നന്നായി മനസ്സിലാക്കുകയാണ്. ആ ആളുടെ ശരീരവും ആളുടെ മാനസിക നിലയും എല്ലാം മനസ്സിലാക്കി ആൾക്കൊരു മരുന്ന് കൊടുത്ത് ആ ആളുടെ അസുഖം മാറി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് എപ്പോഴും ഒരു ഫിസിഷ്യനെ വേണ്ടതെന്ന് വിശ്വസിക്കുന്നു. അത് ആയുർവേദത്തിന് എന്തായാലും ഉണ്ടാവും. ആയുർവേദം വിൽ നെവർ ബി അതെടുത്താൽ അതൊരു പ്രശ്നമാവോ എന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആയുർവേദം ക്യാൻ ഹീൽ ആൻഡ് ആയുർവേദം വിൽ സ്റ്റാൻഡ് വിത്ത് അസ്. പക്ഷെ വരുന്ന സ്റ്റുഡൻസിനോട് എന്താ പറയാനുള്ളത്? ഈ ആയുർവേദം എന്തായാലും ഒരു സ്കോപ്പ് ഉണ്ടാവുമോ, ജോലി കിട്ടുമോ, ഇതൊക്കെ ആയിരിക്കും എല്ലാവരുടെയും ടെൻഷൻ. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഈ ആയുഷ് മിനിസ്ട്രി, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്കോപ്പ് വാസ്റ്റാണ്. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായി റിസോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ OPDസും IPDസും നല്ല ഫങ്ഷനിങ് ആണ്, നല്ല പേഷ്യൻ്റ് എക്സ്പോഷർ ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള റൈറ്റായിട്ടുള്ള കോളേജ് ചൂസ് ചെയ്യുക. ലൈക്ക് നല്ല പേഷ്യൻസ് ഉള്ള, നല്ല എക്സ്പോഷർ ഉള്ള, നല്ല ഒത്തൻറ്റിക് ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടുള്ള ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സ്റ്റുഡൻറ്റിന് ഒരു റിഗ്രറ്റ് ഫീലിംഗ് പിന്നെ ഉണ്ടാവില്ല. കാരണം ഒത്തൻറ്റിക് ആയുർവേദം പ്ലസ് മോഡേൺ ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു പഠനം എന്തായാലും ആ കുട്ടിക്ക് അവൈലഡ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ നമുക്കറിയാം വിത്ത് റീസെൻറ്റ് ന്യൂസ് നമ്മൾ കണ്ടു അല്ലേ, ബോത്ത് MBBSും BAMSനും ടുഗെദർ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള പുട്ട് ഫോർത്തുകൾ വരുന്നുണ്ട്. അതെന്തായാലും അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു പുട്ട് ഫോർത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആയുർവേദത്തെ വിശ്വസിക്കാം. ഒപ്പം മറ്റേ MBBS പഠിച്ചുകൊണ്ട് രണ്ടും ഒരുപോലെ കളക്റ്റീവ്ലി കൊണ്ടുപോകാൻ പറ്റും. ഒത്തൻറ്റിക് ആയിട്ടുള്ളത് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എന്നോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ഫ്രണ്ട് ഇയാൾ ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മളിവിടെ വന്ന് ഷൂട്ട് ചെയ്തതാണ്. താങ്ക് യു.